നമസ്കാരം. നമസ്കാരം. വാ മോനെ. നമസ്കാരം. അകത്തേക്ക് വാ. മിന്നുമൊരു സൂര്യനാ மீண்டுமே நான் வருவேன் சென்மம் பல தாண்டியுந்தா சேவை செய்ய சேர்ந்திடுவே நெஞ்சுக்குள்ள சித்திரமா உங்களை நான் தீட்டி வைப்பேன் செல்லம் கொஞ்சம் வீட்டுக்குள்ள சீக்கிரமா நான் பிறப்பேன் உள்ள அன்பு முத்தத்தையோ அள்ளி அள்ளி சேகரிப்பேன் நல்ல പുള്ളയായിരുന്നു പേര് പുകൾ ഞാൻ എടുപ്പേ. അയ്യോ എന്റെ കുഞ്ഞ്. ആരാരോ 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 ആരാരോ. ഇന്നാ അത് കൈക്കൂലി വാങ്ങുന്നവർ കൊടുക്ക്. സത്യസന്ധതയുടെ ചിഹ്നമാണോ? എന്റെ കഴുത്ത് പോയാലും ശരി, കവറിന് വേണ്ടി നിങ്ങൾ വന്നില്ലേ? അല്ല, ആ വിഷ്ണുവിന് ഇപ്പോഴും വിട്ടുവച്ചേക്കാണോ? ശരിയാണല്ലോ. 301 അവനെ അകത്തിടേ സാറേ. ശരിയാണല്ലോ. തമ്പിയുടെ കേസ് ഒന്നുമില്ലാണ്ടായി കളഞ്ഞു. അകത്തിട്ട് അവന് 2 കൊടുക്കേ. അങ്ങൊന്നും സന്തോഷപ്പെടട്ടെ. എടോ, അയാൾ എന്തോന്നെടുത്ത് എന്നെ സന്തോഷപ്പെടുത്താൻ ഞാൻ ചെയ്ത് കാണിക്കാം. നിങ്ങൾ ഇവിടെ നിൽക്കുക. ശരി സർ. റഹ്മാൻ സർ, ആ വിഷ്ണു എവിടെയുണ്ടെങ്കിലും പൊക്ക്. എടാ ഒരു ചായ വാങ്ങിച്ചു തരാം. അത് പോയി കൂടി. എടാ നിൽക്ക്. വിക്കി, അടുക്കൽ മോഹന് ഫോൺ ചെയ്യേ. വിഷ്ണു ഇങ്ങോട്ട് വാ. ഫോൺ ചെയ്യടാ. വിഷ്ണു പോകല്ലേ. എന്താ സാറേ? വണ്ടി കയറ. എന്തിന് കയറാൻ? ഹലോ സാർ, വിഷ്ണുവിനെ പോലീസ് പിടിച്ചോണ്ട് പോയി. സാറിന് പെട്ടെന്ന് വരാവോ? എവിടെ ഇപ്പോൾ ഉള്ളേ? നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇതെന്റെ വീട്. മന്ത്രി നാരായണൻ കംപ്ലൈന്റ് ഒന്നും തന്നിട്ടില്ല. നിന്നെ അൺഒഫീഷ്യലായിട്ട് പൊക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്നവരെ നീ ഇവിടെ കഴിഞ്ഞാൽ മതി. അയാൾ ഇങ്ങനെ ശാന്തനായിരിക്കുന്നത് കാണുമ്പോൾ വലിയ എന്തോ പ്ലാനിലുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അവനെ ഡൈവേറ്റ് ചെയ്ത് വിടാൻ സാറേ. അവൻ പുതിയ തെറ്റുകളൊന്നും ഇനി ചെയ്യണ്ട. പഴയത് തന്നെ ഒരുപാട് പുറത്തു പോകാനുണ്ടല്ലോ. അത് നമുക്ക് പുറത്തുകൊണ്ട് ഞാനും ഹെൽപ്പ് ചെയ്യാം. എന്താടോ? ആൾ അബ്സ്കോണ്ടഡ് സാർ. എവിടെയാണെന്ന് നോക്ക്. ഓക്കെ സാർ. സാറേ, നല്ല മനസ്സുള്ള ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ട്. അവനെ നമുക്ക് മറ്റൊരു വഴിയിലൂടെ കൊണ്ടുപോവാം. എനിക്ക് തൃപ്തിയായി. ஏழை வாழவே எழுவாம் நொடியிலே யாரும் ஒன்றுதான் உணர்வாம் முடிவிலே உதிராத அன்பில் ஒரு 100 கோடி சுகமே பிற சோகம் தீர்க்க அழகாக மாறும் ஜெகமே.
എല്ലാവർക്കും സുകുമാരനാണെന്നേ അറിയൂ. പക്ഷേ അവൻ്റെ പുറകിൽ ഒരുത്തനുണ്ട്. അവൻ്റെ പേര് കുമരേശ് എന്നാ. എന്നെങ്ങനെ നിങ്ങൾക്കറിയാം? അത് എത്തിക്സ് അല്ല. നിങ്ങൾക്ക് പോവാം. സാർ എൻ്റെ സിറ്റുവേഷൻ. നിങ്ങളെ വെളിയെ പോകാൻ പറഞ്ഞ് കുറേ നേരമായി. സോറി സാർ. പോയിക്കോ. സാറേ ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് അകത്തേക്ക് വരുമോ? എന്താ? ഇപ്പോൾ ഞാനും നമ്മുടെ മകൾ വിഷ്ണുപ്രിയയും ജീവിച്ചിരിക്കുന്നതിന് കാരണം അദ്ദേഹമാണ്. അദ്ദേഹത്തോട് നമ്മൾ കടമപ്പെട്ടിട്ടുണ്ട്. ചോദിക്കുന്നത് ചെയ്യും. ഫോറിനിലുള്ള സ്വത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ട്. ഇതുപോലത്തെ ആളുകളുടെ കൂടെ ഓഡിറ്റർ ആയിട്ടിരിക്കുന്ന എത്ര ഡേഞ്ചർ ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ ചില കാര്യങ്ങളൊക്കെ അവർക്ക് പോലും അറിയാണ്ട് ഞാൻ ഫുട്ടേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. മേ ബി ഇതുപോലെ നിങ്ങൾക്ക് യൂസ് ആവും. നമ്മുടെ നാട്ടിലെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ വിഒ, പിന്നെ RI, തഹസീൽദാർ, പിന്നെ ലോക്കൽ ഇൻസ്പെക്ടർ, ഇവര് 4 പേര് നമ്മുടെ കയ്യിലാണെന്ന് വെച്ചോ. എന്ത് നാറേ കളി വേണേലും കളിക്കാം. ഇനിയിപ്പോ കളിയുടെ തീവ്രത കുറച്ച് കൂടിയാലും അവന്മാരത് നോക്കിക്കോളും. അവര് നമ്മുടെ കാവൽക്കാരാണല്ലോ. അമ്പമ്പമ്പമ്പമ്പോ കാശിന് വേണ്ടി അവര് എന്ത് കളി വേണേലും കളിക്കും. നിങ്ങൾ മാസം മാസം കാശ് അയക്കില്ലേ? അതിനേക്കാളും കുറച്ച് എക്സ്ട്രാ അങ്ങോട്ട് അയച്ചുവിട്. അവന്മാര് വീട്ടിലുള്ളവളുമാരെ കൂടെ. എന്താ വിഷ്ണു ഇത്? വളരെ മോശമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഇതിനേക്കാളും വൃത്തികെട്ട വീഡിയോസ് വേറെ ഉണ്ട് സാറേ. ആ 4 ഓഫീസർമാരുടെ ഫോണിലേക്കും വാട്സാപ്പിൽ നമുക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്താലോ? വീട്ടിലുള്ള പെണ്ണുങ്ങളെ കുറിച്ചല്ലേ മോശമായിട്ട് സംസാരിച്ചത്? നമുക്കിത് അവർക്ക് അയച്ചു കൊടുക്കാം. അവർ പ്രതികരിച്ചില്ല ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർ നേരെയാവും. ഇത്ര വൃത്തികേടായിട്ട് സംസാരിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന തെറ്റിനൊക്കെ ഞങ്ങൾ സഹിക്കണം. പോ, പുറത്ത് പോവാൻ. വന്നാൽ ചൂലുകൊണ്ട് അടിക്കണം. മാടിയാള്. ഗ്രൂപ്പിൽ വന്നു. വീട്ടില് ഭാര്യയും മക്കളും മമ്മി ആരും എന്നെ ബഹുമാനിക്കുന്നില്ല. 2 ദിവസമായിട്ട് ഇപ്പൊ ഞാൻ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ചൂലും കെട്ടി എടുത്തിട്ട് എന്റെ അമ്മ എന്നെ അടിക്കാൻ വന്നത് അറിയോ? കാശ് കൊടുത്താ എന്തുണ്ടെങ്കിലും സംസാരിക്കാന്നാണോ? അവന് 100 രൂപ മോഷ്ടിക്കാൻ അവനതും കൊടുത്താലേ 10 രൂപ തരും. അതിലേ പോ ഇതിലേ വാന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ തന്നെയല്ലേ? എന്താ ആ വഴി അടച്ചൂടെ? പിന്നെ അല്ലാതെ അടയ്ക്കാം സാർ. ആ ഓട്ടയൊക്കെ അടച്ചേക്കാം. നമ്മൾ ആരാണെന്ന് കാണിക്കാം. തീർച്ചയായും. എന്താ ഒന്നും മിണ്ടാത്ത ഉത്തമ? വലിയ കഷ്ടമായിപ്പോയി സാർ. കൈക്കൂലൊടുത്തൻ വാങ്ങിച്ചതിനെപ്പറ്റി വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അത് നമ്മുടെ കാതിലെത്തി, അതുകൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നു. കാതിലെത്താത്ത പല കാര്യങ്ങളും കാറ്റിൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ. ഇനിയിപ്പോ അവർക്ക് എന്താണ് പ്രശ്നം? അവന്മാര് 4 പേരെ എനിക്ക് ഉടനെ കാണണമെന്ന് പറ. മക്കളുടെ ആ നോട്ടുണ്ടല്ലോ, സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ ഭാര്യ എന്നോട് ഡൈവേഴ്സ് ചോദിക്കാണ്. എടോ സുടലപാണ്ടി, എന്താടോ കാറിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഈ മാസത്തെ വരുമാനം പോരാതെ വന്നോ? അതെ, നിങ്ങൾ 4 പേർക്ക് എന്ത് പറ്റി? നല്ല ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കഴിക്കണല്ലേ? അല്ലാണ്ട് തികയാതെ വന്നോ? തികഞ്ഞല്ലേ ചോദിച്ചു വാങ്ങിക്കണ്ട എന്റെ ഇത്. എന്ത് പറ്റി ഉത്തമ? എന്തിനാ തന്നെയേ? നിങ്ങൾ എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? ഇവൻ ഇതൊന്നും പോരാ. നല്ല പണി കൊടുക്കണം. ഇപ്പൊ പോട്ടെ. എടാ, നീ ഞങ്ങളെ വൃത്തിയായിട്ടവരായിട്ടല്ല കണ്ടിരിക്കുന്നത്, നല്ലവരായിട്ട് കണ്ടിട്ടില്ലല്ലോ. നീ കാണും, വാസ്തവമാക്കി കളയും നിന്നെ. ഞങ്ങളെ സർക്കാർ യന്ത്രമാണടാ. ഇങ്ങനെയും ചുറ്റും അങ്ങനെയും ചുറ്റും. റഹ്മാൻ സർ. യെസ് സർ. ഹേയ് പോടാ, വെറുതെ അടി വാങ്ങി ചാകണ്ട. പൊയ്ക്കോ. പോടാ. എന്താടാ നടക്കുന്നത്? ശരിക്കും അവനെ തല്ലിയോ? അതേട്ടാ, ഞാൻ പറഞ്ഞിരുന്നില്ലേ അവന്റെ കഥ തീർക്കുന്ന.
നീ സൂക്ഷിച്ചിരുന്നോ, നമുക്കും സമയമായി. സറണ്ടർ ആകാൻ പോവാന്ന് പറയുന്നു. ഞാൻ അയാളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ 2-3 സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഒന്നിനും ശരിക്കുള്ള തെളിവില്ല. ഇപ്പൊ ഞാൻ കീഴടങ്ങിയ അവനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അതൊന്നും വേണ്ട, നിങ്ങൾ അല്ല അനിയ, ഈ ജീവൻ നീ തന്നതാ. ജീവൻ ഉള്ളതുവരെ ഞാൻ നിന്റെ ഒപ്പം നിൽക്കൂ. എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് പുറത്തേക്ക് എടുത്തേക്കാം. പുലി, നേരം വെളുത്തുടനെ ഈ കാലി ഷെഡിൽ വന്ന് നിൽക്കുകയാണല്ലേ. വളരെ സങ്കടം തോന്നുന്നു പുലി. ഈ കുത്ത് കിട്ടിയതാ ബാക്കിയുള്ളത്. ഓരോന്നായിട്ടും നടന്നുകൊണ്ടിരിക്കല്ലേ സേവ്യറെ. തീർച്ചയായും നമ്മളയച്ച തെളിവുകൾ അത് ശരിയായ വാതിൽക്കലേ മുട്ടു. ഒരു ഉദ്യോഗസ്ഥൻ വരും സേവ്യറെ. എൻ്റെ ചങ്കിൻ്റെ ചങ്ക്, എൻ്റെ ദൈവമേ. സമരം ചെയ്തത് ഒരാള്, പോസ്റ്റർ അടിക്കുന്നത് മറ്റൊരാള്. ഇതുപോലത്തെ വൃത്തികിടക്കം നമ്മുടെ നാട്ടിൽ മാത്രം നടക്കൂ. പല്ല് തേക്കുന്നോ ഇല്ലയോ, വെളിച്ചായാ മതി, വെള്ളോടുപ്പിട്ട് വന്നോളും. ഒന്നും കിട്ടില്ല. ഞാൻ നടക്കാൻ തുടങ്ങിയിട്ടേ 6 കൊല്ലായി. എന്ത് പറഞ്ഞാലും പല്ലിളിച്ചോടെ നിന്നോളും. വാ ചേട്ടാ, സുഖാണോ? ആ, എനിക്ക് സുഖാണ്. ഇതെന്താ പുതിയ മോഡലാണോ? അതെ, ഇന്നലെ വാങ്ങിച്ചതാ. എന്താ എന്ന് വാങ്ങിയില്ലേ? കട തുറക്കാൻ ഇനി സമയമായില്ലല്ലോ. എല്ലാരും കൂടി ഒന്ന് ചേർന്ന് പോയി കട തന്നെ കടന്നൂടെ? എവിടെ ഒരു ഉണ്ടാവുമല്ലോ. കാഫി കുടിക്കുന്നേ. കൂട്ടാന്റെ കാര്യമൊക്കെ നോക്കിയോ. ആ ശരി. ഇതാണ്ടല്ലോ. വാടാ രാമാ, എന്താ പ്രത്യേകിച്ച് ഈ വഴിക്കൊക്കെ? എങ്ങനെ ചോദിക്കാതിരിക്കുക? നടക്കാൻ തുടങ്ങിയിട്ടേ 6 മാസങ്ങളായി. എന്താ അമ്മ ഈ പെണ്ണ് കൊടുത്തിട്ട് സ്വർണ്ണം പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളായല്ലോ. എനിക്ക് തരേണ്ട 15 പവൻ തന്നു കഴിഞ്ഞാലേ ഞാൻ ആ ഇലക്കട ഡെവലപ്പ് ചെയ്യില്ലേ? അതൊക്കെ തരാടാ, പോയിട്ട് അടുത്ത മാസം വാ. പോ. എന്താ മൈ, ഇന്നലെ ഒരു വാക്ക് ഇന്നൊരു വാക്കെന്ന് മാറ്റി പറയേയില്ലല്ലേ? എപ്പോഴും ഒരേ വാക്ക് തന്നെയാ അല്ലേ? പറഞ്ഞാ വിശ്വസിക്കില്ല. വിശ്വസിക്കുന്ന പോലെയാണോ പറയാൻ പോകുന്നത്? കക്ഷി, പൊതുജീവിതം, ജനങ്ങളെന്ന് നിന്റെ മാമൻ എല്ലാ സ്വത്തും നശിപ്പിച്ചു കളഞ്ഞു. വിശ്വസിച്ചു. ഭയങ്കര കഷ്ടമാടാ. കേക്കാൻ എനിക്കാണ് കഷ്ടം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ വഴിയില്ല. കടയിൽ നിന്ന് ദോശമാവ് വാങ്ങിയ ദോശ ഉണ്ടാക്കി കഴിച്ചത്. മാഡം, ഈ വാൻകോഴി ഫ്രൈ ചെയ്യണോ അതോ കറി? ഞാൻ എന്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു? കാണാൻ അത്രയേ ഉള്ളൂ, പക്ഷെ നുണയാണെങ്കിലോ എങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതാ വന്നല്ലോ മല വിഴുങ്ങി. എപ്പോ വന്നാലും ബിസിയാണല്ലോ. ഞാൻ ഉണ്ടാക്കിയ മാന അഭിമാനമല്ല, ഒറ്റ വാക്കിൽ നശിപ്പിച്ചു കളഞ്ഞു. പ്രശ്നം തുടങ്ങി. ഇനി വെറുതെ ഇരിക്കില്ല. നമുക്ക് പോയിട്ട് അടുത്ത മാസം വന്നേക്കാം. എന്തൊരു കുടുംബമാണ് ഇത്. അതിനേക്കാളും വലിയ പ്രശ്നമാണല്ലോ. മിസ്റ്റർ ഇലക്കട രാമൻ, യു ആർ അണ്ടർ മൈ കൺട്രോൾ.
സാർ അകത്തൊന്നും കിട്ടില്ല. എന്നെ മാത്രം കുറ്റം പറയണ്ട. എന്നെ കുറ്റം പറയേണ്ട ഒരാളുമില്ല. നിങ്ങളെല്ലാവരും അനുഭവിച്ചു. ഇതിന്റെ സൗകര്യങ്ങളൊക്കെ നിങ്ങളും അനുഭവിച്ചില്ലേ? എന്താ കാര്യം? മിസ്റ്റർ പാണ്ടിനാർ, വി ആർ ഫ്രം IT. ഫോൺ എടുക്ക. നിങ്ങളുടെ ഫോൺ? യുവർ ഫോൺ? ഇല്ല സാർ. നിങ്ങളുടെ സ്വിച്ച് ഓഫ് ചെയ്യൂ. സാർ. നിങ്ങളുടെ 11 സ്ഥാപനങ്ങളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇറങ്ങിയല്ലേ? നിങ്ങളുടെ ഇലക്കടയിലും ഉണ്ട്. സാർ ഞാൻ അത്രയ്ക്ക് വറുത്തല്ല സാർ. ഫോൺ എടുക്കൂ. എൻ്റെ അടുത്ത് ഫോണില്ല. അരയിൽ തിരികെ വെച്ചത്. അത് ഓഫായി 6 മാസമായി. പിന്നെന്തിനാ അത് അമർത്തുന്നത്? തരൂ അങ്ങോട്ട്. എന്റെ സ്വന്തം പ്രേക്ഷകരെ, നിങ്ങൾക്ക് വേണ്ടി ചൂടായ ന്യൂസ് ദാ. അലമേലു റെഡിയാ? ലൈവ് ഓൺ ചെയ്യ്. ഫാമിലി മെമ്പേഴ്സ് എത്ര പേരുണ്ടെന്ന് കൗണ്ട് ചെയ്യൂ. എല്ലാവർക്കും കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കുക. ബാലന്റെ കടയിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞാൽ മതി. സാറിന് ആഹാരത്തിന് മുമ്പ് കഴിക്കേണ്ട ടാബ്ലറ്റ് കൊടുത്തേക്ക്. ഉച്ചയ്ക്ക് നാടൻ കോഴി ബിരിയാണിയും പറയും, ചൂടായിട്ട്. ഓക്കെ സാർ. ഇതൊക്കെ ഇപ്പം അടിച്ചല്ലേ ഉള്ളൂ. ഇതെല്ലാം അടിച്ചിന് നനവ് പോലും ഉണങ്ങിയിട്ടേ ഇല്ല. അതിനുള്ളിലെല്ലാം അടിച്ചു മാറ്റിയില്ലേ പാവികളെ. 100-ന് 500-ന് എത്ര നേരം ATM ക്യൂ നിന്നും അറിയോ? ഇതിൽ താഴെ പോയി തന്നിരുന്നെങ്കിൽ ഞാൻ സെറ്റിലായേനെ. 15 പവനല്ലേ ചോദിച്ചേ? അതിന് കാരണം നുണകളെ കളവെടുത്ത് സത്യത്തിന് ജയിക്കാൻ വയ്ക്കും ഒരേ TV, സത്യം TV. വി ഡെലിവറി ട്രൂത്ത് ഡോർ ടു ഡോർ. ക്യാമറാമാൻ തമിഴ് തൊണ്ടിയുടെ കൂടെ ന്യൂസ് റീഡർ ആര്യപദം. ഓക്കെ അലമലു? വാർത്ത എന്താന്ന് വെച്ചാൽ പറയുന്നില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് അവന്റെ പേര് അവൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ പാണ്ടിനാർ, കാര്യങ്ങളൊക്കെ തോണ്ടി പുറത്തെടുക്കും സാർ. കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങൾ നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ സ്വത്ത് വിവരം കൊടുത്തിരിക്കുന്നത് 2,66,70,432 രൂപയാണ്. പക്ഷേ ഇപ്പോൾ അത് 4,000 കോടിയോളം. 3.5 വർഷ കാലയളവിലാണ് ഇത്രയും സമ്പാദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മാസശമ്പളം എത്രയാണ്? 32,000 രൂപയും അലവൻസും. മകൻ എന്താണ് ജോലി? ബിസിനസ്. എന്ത് ബിസിനസ്? വെളിച്ചെണ്ണ കച്ചവടം. 3.5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്ത് ബിസിനസ് ആയിരുന്നു ചെയ്തിരുന്നത്? ബേക്കറി. ഇപ്പോൾ ബേക്കറിയിൽ പോകുന്നുണ്ടോ? ആ വശത്തേക്ക് പോയിട്ടേ ഇല്ല. നാരായണ സ്കൂൾ, നാരായണ കോളേജ്, നാരായണ ഹോസ്പിറ്റൽ, നാരായണ മോൾ, നാരായണ അപ്പാർട്ട്മെന്റ്, നാരായണ കെമിക്കൽ ഫാക്ടറി, നാരായണ കല്യാണ മണ്ഡപം, നാരായണ തിയേറ്റേഴ്സ്. നാരായണ ഇതെല്ലാം 3 വർഷം 6 മാസം കൊണ്ട് ഉണ്ടാക്കിയതാണ്. കോവിൽപ്പട്ടിക്കടുത്തായി നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ 400 ഏക്കർ ഭൂമി. എങ്ങനെ? ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ചോളവന്താനടുത്തുള്ള കയർ ഫാക്ടറി മരുമകളുടെ പേരിൽ. എങ്ങനെ? അവളുടെ പേരിലുണ്ടാ? എല്ലാം ബേക്കറിയിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ടാണോ? സാർ, എല്ലാ ചോദ്യങ്ങളും എന്നോട് ചോദിച്ചാൽ എങ്ങനെ? അവനോട് എന്തെങ്കിലും ചോദിക്കും സാറേ. ഷാട്ടാ. ഇതുകൂടാതെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് 5 പേർക്കും 11 ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ട്. ഓരോ അക്കൗണ്ടിലും കോടിക്കണക്കിന് രൂപയുണ്ട്. എവിടുന്ന്? സാർ, സംസാരത്തിനിടയിൽ അവന്മാരുടെ കൂടെ എന്നെയും ചേർത്തല്ലോ. ഞാനൊക്കെ സാധാരണ ജീവിതം ജീവിക്കുന്നവനാ സാർ. മാനസ്തനാ. മിസ്റ്റർ മാനസ്തൻ, പറയൂ സാർ. നിങ്ങളുടെ പേരിൽ ഇന്ദോരം ബാങ്കിൽ 77,66,00,000 രൂപയുണ്ട്. എന്റെ പേരിലോ? IMA ബാങ്കിൽ 20 കോടി രൂപയുടെ ഗോൾഡ് ബിസ്ക്കറ്റ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പെറ്റമാൾക്ക് ബിസ്ക്കറ്റ് വാങ്ങി തരാൻ വഴിയില്ല, എന്നിട്ടാണോ ഗോൾഡ് ബിസ്ക്കറ്റ്? ഷട്ട് അപ്പ്. സോറി സാർ. പിന്നെ സാർ, മേലൂരിൽ 7 ക്വാറികളുണ്ട് എന്റെ പേരിൽ. കഴിഞ്ഞ വർഷം 2,68,00,000 രൂപ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഞാനോ? ദുബായിൽ കടലിനടിയിൽ 7 ബംഗ്ലാവുണ്ട്. എനിക്കോ? അതെ സാർ. പാസ്പോർട്ടേ ഇല്ല സാർ. അവരെടുത്തിട്ടുണ്ട്. എന്റെ പേരിലോ? അതെ. ഇവന്മാരെയൊക്കെ എടാ ഉണക്കത്തലയാ നിന്നെ. സോറി സാർ. നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ക്യാമറയിൽ റെക്കോർഡ് ആവുന്നുണ്ട്. താഴെ വെച്ചു സാർ. ഇതൊക്കെ വന്നിട്ടുണ്ടെന്ന് 6 മാസം മുമ്പ് ഞാൻ പറയാൻ തുടങ്ങിയതാ സാർ. കണ്ടിട്ടേ ഇല്ല സാർ, ഇന്നാണ് കാണുന്നത്.
എടാ അളിയാ പോത്തെ ഇതൊക്കെ കഴിക്കാണോടാ? വിശക്കുന്ന വരിയെ കഴിക്കാൻ പറ്റില്ലോ, അല്ലെങ്കിൽ തൊണ്ടേ കുടുങ്ങിപ്പോയേക്കും. സ്വന്തക്കാരൻ, ജോലിക്കാരൻ, പാചകക്കാരൻ എല്ലാവരുടെ പേരിലും സ്വത്ത് വാങ്ങി ഇട്ടേക്കും. ആരുടെ അടുത്ത് പറയൂല, ഇവരത് അനുഭവിക്കുമില്ല. പിന്നൊരു ദിവസം പെട്ടെന്ന് പോയി ചേർന്നേക്കും. മൊത്തത്തിലെല്ലാം വെറുതെ ആയി പോവും. അത് ഉള്ളപ്പോ തന്നെ എല്ലാവർക്കും കൊടുത്ത് നിങ്ങൾക്ക് സന്തോഷിച്ചൂടെ? എടാ, ഒരു മനുഷ്യന് ജീവിക്കാൻ 15 പവൻ തികയില്ലേ? സാർ, യുവമാരുടെ അടുത്ത് ഞാൻ ഒന്നും വാങ്ങിയിട്ടേ ഇല്ല സാർ, എന്റെ ഭാര്യ ഒഴിയെ. ഇതാ ഇവിടെ നിൽക്കുന്നില്ലേ, ഇതെനിക്ക് ഒന്നും തരില്ല സാർ. ഇതെന്റെ അമ്മായിയാണ് സാർ, എന്റെ അച്ഛന്റെ കൂടപ്പുറപ്പാണ്. ഇവരൊക്കെ പെട്ടെന്ന് കോടീശ്വരനായപ്പോ ഈ ഇലക്കടക്കാരനെ അടുത്ത് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു സാർ. സാർ, ഞാൻ വേണമെങ്കിൽ എന്റെ ഭാര്യയെ കൊണ്ടു ഇവിടെ വിട്ടേക്കാം സാർ. ഇതാ ഇതുപോലത്തെ ഒരു കേടുകെട്ട കുടുംബത്തിൽ നിന്ന് പെണ്ണെടുത്തേന് എനിക്ക് വെറുപ്പുണ്ട് സാർ. മിസ്റ്റർ ഇലക്കട രാമൻ, എന്താ ഇപ്പോ? ലോക്ക് ദ ഡോർ. എന്നിട്ട് ഇവിടെ വന്നിരിക്കൂ. കണ്ടുപിടിച്ചു. എന്തൊക്കെ പെർഫോമൻസ് ചെയ്താലും പുറത്തേക്ക് വിടില്ലെന്നാ തോന്നുന്നത്.